തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി. 8 നഗരസഭകളിലെയും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനം റദ്ദാക്കി ആണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. കൊടുവള്ളി, ഫറോക്ക്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം നഗരസഭകളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് വാർഡ് പുനർവിഭജന തീരുമാനം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടാവുന്നത്. 2015 പുനർവിഭജനം നടത്തിയിടത്ത് വീണ്ടും വിഭജനം വരുന്നത് വലിയ തെറ്റ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. കോടതിയുടെ നിരീക്ഷണത്തിൽ വ്യക്തത ഉണ്ടാവേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇടങ്ങളിലെയും വാർഡ് വിഭജന നടപടികൾ നിർത്തിവെക്കാനാണോ തീരുമാനമുണ്ടായിരിക്കുന്നത്? അതല്ല, ഈ സൂചിപ്പിച്ച 8 നഗരസഭകളിൽ മാത്രമായിരിക്കുമോ ഇത് ബാധകമാവുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും വാർഡ് വിഭജനം സർക്കാരിൻ്റെ ആ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് നേരത്തെ തന്നെ ഇടവച്ചതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച പരാതികൾ ഈ ഹർജി പരിഗണിക്കവെയാണ് ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ തീരുമാനം അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നത്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഈ കോടതിയുടെ നിരീക്ഷണം 2015 ഒരു പുനർനിർണയം നടന്ന ഇടത്ത് വീണ്ടും വിഭജനം വരുന്നത് തെറ്റ് എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കോടതി വിധി സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ബാധിക്കുന്നതാണോ, അതല്ല 8 നഗരസഭകളെ മാത്രം ബാധിക്കുന്നതാണോ? എന്താണ് അതിന്റെ ഒരു വ്യക്തത? സജിത്ത്, ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണയ നീക്കത്തിലാണ് സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കോടതിയെ സമീപിച്ച മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും വാർഡ് വിഭജനമാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് മുനിസിപ്പൽ ആക്ട് ഭേദഗതിയിലൂടെ വാർഡ് വിഭജനം നടത്താനുള്ള നീക്കത്തിനെതിരെ കൊടുവള്ളി, ഫറൂക്ക്, മുക്കം, വളാഞ്ചേരി, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, താരൂർ മുനിസിപ്പാലിറ്റികളുടെയും ചില പഞ്ചായത്തുകളുടെയും കൗൺസിലർമാരും അംഗങ്ങളുമാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. പുതിയ സെൻസസ് നിലവിലില്ലാതെ പഴയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡ് പുനർവിഭജനത്തിനുള്ള നീക്കം സെൻസസ് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും കേരള മുനിസിപ്പൽ ആക്ടിലെ വകുപ്പിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഹർജി നൽകിയത്. നിലവിലുള്ള 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് 2015 വാർഡ് വിഭജനം നടന്നിട്ടുള്ളത്. പുതിയ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2019 ഡിസംബർ 31 ശേഷം വാർഡ് പുനർവിഭജനം സാധ്യമല്ലെന്ന് ഈ ഹർജിയിൽ ഈ കൗൺസിലർമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ 8 നഗരസഭകളിലെ ഒരു പഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം 2015 തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് പുനർവിഭജനം നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം സെൻസസ് നടന്നിട്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. സജിത്ത, അതാണ് തീരുമാനം. എന്തായാലും ഹൈക്കോടതി തീരുമാനം സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നതാണ്. സർക്കാർ കേന്ദ്രങ്ങളുടെ അടക്കം പ്രതികരണം നമുക്ക് വരുന്ന മിനിറ്റുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം.